നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. സതീശന് കാണ്ടാമൃഗത്തേക്കാൾ ചർമ്മഫലമാണെന്നും ജയരാജൻ. തലശ്ശേരി ദേശീയപാത തോട്ടടയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് KSRTC സൂപ്പർഫാസ്റ്റും സ്വകാര്യ ബസ്സും. മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവതി അറസ്റ്റിലായത് 5-ാം പീടിക ഷിൽന നിവാസിൽ ഷിൽന. തലശ്ശേരി കോട്ടയ്ക്ക് സമീപമുള്ള ഇംഗ്ലീഷ് പള്ളിയോട് ചേർന്ന സെമിത്തേരി തകർച്ചാ ഭീഷണിയിൽ. നഗരസഭാ ചെയർമാൻ കരായ് ചന്ദ്രശേഖരൻ സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. സതീശന് കാണ്ടാമൃഗത്തേക്കാൾ ചർമ്മഫലമാണെന്നാണ് ജയരാജൻ പറഞ്ഞത്. വി.ഡി. സതീശനിട്ട കല്ലിനോട് ശുനകന് പോലും താല്പര്യമില്ലെന്നും പുനർജനി പദ്ധതിയെ വിമർശിച്ച് ജയരാജൻ പറഞ്ഞു. വയനാട് പുനരധിവാസത്തിനായി കോൺഗ്രസ് കണ്ടെത്തിയ സ്ഥലം വന്യമൃഗശല്യം ഉള്ളതാണ്. കക്കുക മുക്കുക എന്നതാണ് കോൺഗ്രസ് രീതിയെന്നും ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഐഷ പോറ്റിയുടെ നിലപാട് ദൗർഭാഗ്യകരമാണെന്ന് MV ജയരാജൻ പറഞ്ഞു. എല്ലാ പദവികളിലും ഇരിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിലപാട് സ്വീകരിച്ചത് ദൗർഭാഗ്യകരമാണ്. 15 വർഷം MLA, 10 വർഷം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി അടക്കം അങ്ങനെയുള്ള ഒരു പദവിയിൽ ഇരിക്കാൻ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ പ്രാപ്തമാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് തന്നേക്കാൾ മികച്ചവർ മത്സരിക്കുമെന്നായിരുന്നു മറുപടി. കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കണ്ടെത്തിയ സ്ഥലം വന്യമൃഗശല്യമുള്ളതാണ്. കോൺഗ്രസുകാർ അവരോട് തന്നെ ഇക്കാര്യം ചോദിക്കുന്നു. കക്കുക മുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ രീതിയെന്നും MV ജയരാജൻ പറഞ്ഞു. ജനങ്ങളെടുക്കുന്ന പണം പിരിക്കുക, കക്കുക, മുക്കുക, ഇതാണ് അവരുടെ മിനിമം പരിപാടി. CK ഗോവിന്ദൻ നായർക്ക് സ്മാരകം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പണം പിരിച്ചു, എവിടെയും കണ്ടിട്ടില്ല. തിരുവനന്തപുരത്ത് K കരുണാകരന് സ്മാരകം നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചു, കാണാനില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പണം പിരിച്ച് ജയിലിലെത്തി, അതാണ് ആ നേതാവിൻ്റെ ഒരു പ്രത്യേകത. ഇനി അദ്ദേഹത്തിന് മറുപടി പറയണ്ട. 30 വീടെന്ന് പറഞ്ഞതാണ്. പിന്നെ ആവേശം മൂത്തപ്പോൾ ഞങ്ങൾ 100 എന്ന് പറഞ്ഞു. 30 ഇല്ല, 100 ഇല്ല, സ്ഥലവും ഇല്ല. കോൺഗ്രസിൻ്റെ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത് ആഗസ്റ്റ് മാസം 3-ാം തീയതിയാണ്. ആഗസ്റ്റ് 2-നാണ് 2024 അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ 100 വീട്, KPCCയുടെ 100 വീട്, കർണാടക സർക്കാരിൻ്റെ 100 വീട്. അതാണ് മനസ്സിലാവാത്തത്. കർണാടക സർക്കാർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ വരും എന്നുള്ള അപാരമായ കണ്ടെത്തലാണ്. അങ്ങനെ 300 യൂത്ത് കോൺഗ്രസിൻ്റെ അപ്പോൾ പുറത്തുണ്ട്, അത് പറഞ്ഞിട്ടില്ല. ഈ 300 വീട് 30 സെക്കൻഡ് കൊണ്ട് പണിയുമെന്ന് പറയാനുള്ള മാന്ത്രിക വിദ്യ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഉണ്ടാവില്ല. തലശ്ശേരി ദേശീയപാതയിൽ തോട്ടടയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് തിരുവനന്തപുരത്തേക്കുള്ള KSRTC സൂപ്പർഫാസ്റ്റും സ്വകാര്യ ബസ്സും അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. അപകട സമയത്ത് പ്രദേശത്ത് പെയ്ത മഴയും ബസ്സുകളുടെ അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ റോഡിൽ വഴുക്കലുണ്ടായതും കാഴ്ചാ തടസ്സവും അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. കൂട്ടിയിടിയെ തുടർന്ന് ദേശീയപാതയിൽ കുറച്ചു സമയം ഗതാഗത തടസ്സമുണ്ടായെങ്കിലും പോലീസും നാട്ടുകാരും ചേർന്ന് വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. തലശ്ശേരി കോട്ടയ്ക്ക് സമീപമുള്ള ഇംഗ്ലീഷ് പള്ളിയോട് ചേർന്ന സെമിത്തേരിയിൽ ചെങ്കല്ലുപയോഗിച്ച് നിർമ്മിച്ച കല്ലറയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. ചെറിയ മരത്തിന്റെ വേരുകൾ ഇറങ്ങി കഴിഞ്ഞ മഴയിലാണ് കല്ലറയ്ക്ക് നാശം നേരിട്ടത്. തകർച്ചാ ഭീഷണി നേരിടുന്ന കല്ലറകൾ നഗരസഭാ ചെയർമാൻ കരായ് ചന്ദ്രശേഖരൻ സന്ദർശിച്ചു.
പൈതൃക നഗരമായ തലശ്ശേരിയുടെ ചരിത്ര സ്മാരകങ്ങളായ ഇംഗ്ലീഷ് പള്ളി സെമിത്തേരിയിലെ കല്ലറകൾ തകർച്ചാ ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിൽ നഗരസഭാ ചെയർമാൻ കരായി ചന്ദ്രശേഖരൻ പ്രദേശം സന്ദർശിച്ചു. 1827 അന്തരിച്ച സീനിയർ ജഡ്ജി ജെയിംസ് സ്റ്റീവൻസന്റെ കല്ലറ ഭാഗികമായി തകർന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു സന്ദർശനം. ചെങ്കല്ലിൽ നിർമ്മിച്ച ഈ കല്ലറ മരത്തിന്റെ വേരുകൾ ഇറങ്ങിയും കഴിഞ്ഞ മഴയിലാണ് തകർന്നത്. സെമിത്തേരിയിലെ പൈതൃക കല്ലറകൾ അതേ തന്മയോടെ സംരക്ഷിക്കാൻ നഗരസഭ മുൻകൈയെടുക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. അഭിമാനവും സ്വകാര്യ സ്വത്താണ് ഈ പൈതൃക നഗരത്തിലെ ഇതേപോലുള്ള 300-400 പഴക്കമുള്ള പ്രശസ്തരായ ഒരുപാട് സ്മാരകങ്ങൾ. ആ സ്മാരകങ്ങൾ എല്ലാം പുനർനിർമ്മാണം നടത്തി കുറച്ചും കൂടി അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്കും പഠനാർഹമായ സഞ്ചാരം നടത്തുന്നവർക്കും കണ്ടെത്താൻ രീതിയിൽ ഇതിനെ മാറ്റിത്തീർക്കുന്ന അഭിപ്രായമാണുള്ളത്. അതിനോട് തലശ്ശേരി നഗരസഭയും പങ്കെടുക്കും എന്ന് പങ്കുകൊള്ളുന്നു അറിയാം. ഓരോ കല്ലറയും ചരിത്രത്തിലേക്കുള്ള വാതിലാണെന്നും ഇവയുടെ വിവരങ്ങളടങ്ങിയ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈ വരെയുള്ള വെസ്റ്റേൺ ഡിവിഷന്റെ ആസ്ഥാനമായിരുന്ന തലശ്ശേരി കോടതിയിലെ പ്രമുഖനായിരുന്ന സ്റ്റീവൻസന്റെ 200ാം ചരമവാർഷികം വരാനിരിക്കെയാണ് കല്ലറ തകർന്നത്. എഡ്വേർഡ് ബ്രണ്ണൻ, തോമസ് ഹാർവി ബേബർ, അഗസ്റ്റ് വില്യം സള്ളിവൻ തുടങ്ങിയ നിരവധി പ്രമുഖരുടെ സ്മാരകങ്ങൾ ഈ സെമിത്തേരിയിലുണ്ട്. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച സ്ഥലത്ത് ഇനിയും നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. ഭരണശ്ശേരിയിലെ ഷാരൻ എന്നയാളുടെ വീടിന്റെ വരാന്തയിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിച്ച കേസിലെ പ്രതിയെ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ സിസി ലതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ജനുവരി 10 പുലർച്ചെയോടെയാണ് സംഭവം നടന്നത്. കണ്ണൂർ സിറ്റി കമ്മീഷണർ നിതിൻ രാജ് IPSന്റെ നിർദ്ദേശപ്രകാരം ACP കണ്ണൂർ പ്രദീപൻ കണ്ണിപ്പൊയിലിന്റെ മേൽനോട്ടത്തിൽ സിറ്റി ഇൻസ്പെക്ടർ സിസി ലതീഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്ക്വാഡ് സംഭവസ്ഥലത്തും പരിസരങ്ങളിലുമുള്ള നിരവധി പേരെ ചോദ്യം ചെയ്യുകയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. പുലർച്ചെയായതിനാൽ പ്രതിയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടിയെങ്കിലും പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ പ്രതിയായ ഭരണശ്ശേരിയിലെ ജിഷാന്ത് ജോൺ ഫെർണാണ്ടസിനെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. മുൻ വൈരാഗ്യമാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. കണ്ണൂർ സിറ്റി ഇൻസ്പെക്ടർ സിസി ലതീഷിന് പുറമെ അഡീഷണൽ SI കരുണാകരൻ, SI RP വിനോദ്, SI C രഞ്ജിത്ത്, ASI ശ്രീജിത്ത്, CPO മിഥുൻ, CPO പ്രമീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവതി അറസ്റ്റിൽ. പാപ്പിനിശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ EY ജസീർ അലിയും സംഘവും പാപ്പിനിശ്ശേരി ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് മയക്കുമരുന്നുമായി യുവതിയെ പിടികൂടിയത്. മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവതി അറസ്റ്റിൽ. പാപ്പിനിശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ EY ജസീർ അലിയും സംഘവും പാപ്പിനിശ്ശേരി ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് മയക്കുമരുന്നുമായി യുവതി അറസ്റ്റിലായത്. 5ാം പീടിക ഷിൽന നിവാസിൽ TM ശശിധരന്റെ മകൾ A ഷിൽനയെയാണ് 0.459 ഗ്രാം മെത്താഫിറ്റമിനുമായി പിടികൂടിയത്. ഇവരെ പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ജോർജ് ഫെർണാണ്ടസ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ ശ്രീകുമാർ VP, പങ്കജാക്ഷൻ, രജിരാഗ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജിഷ, ഷൈമ എന്നിവരും പങ്കെടുത്തു. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന പുഷ്പോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ നിർവഹിച്ചു. കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന പുഷ്പോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ നിർവഹിച്ചു. ചടങ്ങിൽ UKB നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. PV രത്നാകരൻ, P. ഗോപി, EG ഉണ്ണികൃഷ്ണൻ, EVG നമ്പ്യാർ, PV വത്സൻ മാസ്റ്റർ, പുല്ലായിക്കൊടി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനുവരി 22 വൈകിട്ട് 6 മണിക്ക് കഥാകൃത്ത് T. പത്മനാഭനാണ് പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ.
ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. തിരികെ വാർത്തകളിലേക്ക്. പാനൂരിലെ KP റഹീം മാസ്റ്ററുടെ സ്മരണയ്ക്കായി KP റഹീം സ്മൃതിവേദി നൽകി വരുന്ന ഈ വർഷത്തെ പുരസ്കാരം ഡോക്ടർ PV രാജഗോപാലിനെ പാനൂരിൽ സമ്മാനിച്ചു. സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. രാജു നാരായണസ്വാമി IAS പുരസ്കാര സമർപ്പണം നടത്തി. പാനൂരിലെ KP റഹീം മാസ്റ്ററുടെ സ്മരണയ്ക്കായി KP റഹീം സ്മൃതിവേദി നൽകി വരുന്ന ഈ വർഷത്തെ പുരസ്കാരം ഡോക്ടർ PV രാജഗോപാലിന് പാനൂരിൽ സമ്മാനിച്ചു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിലൊരുക്കിയ പ്രൗഢമായ ചടങ്ങിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. രാജു നാരായണസ്വാമി IAS പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ഡോക്ടർ PV രാജഗോപാൽ ഈ വർഷത്തെ KP റഹീം സ്മൃതിവേദി പുരസ്കാരം ഏറ്റുവാങ്ങി. ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രസക്തി ഒരു കാലത്തും നഷ്ടപ്പെടില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രാജു നാരായണസ്വാമി പറഞ്ഞു. മനുഷ്യത്വമാണ് ഗാന്ധിയൻ ദർശനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇക്കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയായിരുന്നു KP റഹീമെന്നും രാജു നാരായണസ്വാമി അനുസ്മരിച്ചു. ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കൂലംകുത്തി ഒഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടപ്പെട്ടു പോകുന്നൊരു സമൂഹത്തിലേക്ക് ആ ദിശാബോധം ആവാഹിപ്പിക്കുന്ന മൃതസഞ്ജീവനി മന്ത്രമാണ്, രാസത്വരകമാണ് ഗാന്ധിയൻ തത്വചിന്ത. ഇന്ന് ITയുടെയും BTയുടെയും ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അതോടൊപ്പം മനുഷ്യത്വവും വേണമെന്ന് അടിയറ ഇടാൻ മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഇന്ന് ആ മാസ്മര ലോകത്തിൽപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്നൊരു സമൂഹം. അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം പോലും നമുക്ക് അന്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു.
മകൻ കമ്പ്യൂട്ടറിൽ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു, അവൻ മഹാനായ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അച്ഛനും അമ്മയും പാവങ്ങൾ ചിന്തിക്കുന്നു. അവൻ ചതിക്കുഴിയിൽ നിന്നും ചതിക്കുഴിയിലേക്കും ലഹരിയിലേക്കും കൂപ്പുകുത്തുകയാണെന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ല. ദാഹമാം ധൂമധ്വജൻ ആഹുതിക്കുള്ളോ രാജ്യം, ശീലത്തിൻ പിണ്ടക്രിയ കുതകം തിലോദകം, കാലനൂരിലേക്കുള്ള മൊട്ടോറിൻ പെട്രോൾ തൈലം എന്ന കവി വിശേഷിപ്പിച്ച ലഹരി നമ്മുടെ ക്യാമ്പസുകളെ വിഴുങ്ങുന്നത് നാം ഗാന്ധിയൻ ദർശനങ്ങളിൽ നിന്ന്, ശ്രീ റഹീം മാഷ് ഉയർത്തിപ്പിടിച്ച തത്വചിന്തകളിൽ നിന്ന് എത്രയോ കാലങ്ങൾ അകന്നു പോയത് കൊണ്ട് മാത്രമാണെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. KPR റഹീം സ്മൃതിവേദി ചെയർമാൻ യാക്കൂബ് എലാങ്കോട് അധ്യക്ഷനായി. റഹീം മാസ്റ്റർ പാനൂരിലും കണ്ണൂരിലും കേരളത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ശൂന്യത അതൊരു കാലഘട്ടത്തിലും നികത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഒരിക്കലും വെച്ച് പുലർത്താൻ നമുക്ക് സാധിക്കില്ല. കാരണം റഹീം മാഷ്ക്ക് പകരം റഹീം മാഷയല്ലാതെ ഒരാളെയും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുരസ്കാര ജേതാവിനെ ഡോക്ടർ KV ശശിധരൻ പരിചയപ്പെടുത്തി. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല പ്രൊഫസർ മുഖേരി കൂരാറയിലെ രാജേഷ് കോമത്ത് റഹീം മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണവും റഹീം മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. നിങ്ങൾക്ക് മറ്റൊന്നുമില്ലെങ്കിലും സാമ്പത്തികമായി ശേഷിയില്ല, അംഗബലമില്ല, കുടുംബബലമില്ല, സാമൂഹ്യ ബലമില്ല, രാഷ്ട്രീയ ബന്ധങ്ങളില്ല, ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഗാന്ധിജിയുടെ ദർശനങ്ങളൊക്കെയായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി പകരും. ആ ശക്തി പകരലാണ് യഥാർത്ഥത്തിൽ ഈ ദേശത്ത് മുഴുവൻ റഹീം മാസ്റ്റർ പഠിപ്പിച്ചിട്ടുള്ളത്. റഹീം മാസ്റ്റർ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് ഗാന്ധി എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ഈ നാട്ടുകാരോട്, അത് റഹീം മാസ്റ്റർ വഴി ഈ പ്രദേശത്ത് പ്രചരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം സ്വന്തം ശരീരം ഒരു ചികിത്സാ പദ്ധതിക്കായി വിട്ടുകൊടുക്കാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആധുനിക മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കാനോ പറ്റില്ല. അദ്ദേഹം പറയുന്നത് ഖുറാനിലൊക്കെ പറയുന്നത് പോലെ വിധേയപ്പെടാനാണ്. വിധേയപ്പെടുക. നിങ്ങൾ ഈശ്വരനോട് വിധേയപ്പെട്ടാണ് ജീവിക്കേണ്ടത്. ഖുറാൻ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് വിധേയപ്പെടാൻ പറ്റണം. അള്ളാഹുവിനോട് വിധേയപ്പെടാൻ പറ്റിയ ആൾക്കാർക്ക് മാത്രമേ ആ പുസ്തകം വായിക്കാൻ പറ്റൂ. അതുപോലെ ഗാന്ധിജിയുടെ ആശയങ്ങളോട്, ക്രിസ്തുദേവൻ്റെ ആശയങ്ങളോട്, ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളോട് നമുക്ക് വിധേയത്വമുണ്ടെങ്കിൽ മാത്രമേ ആ ദർശനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ കഴിയൂ. സ്മൃതിവേദി പുരസ്കാര ജേതാവ് ഡോക്ടർ PV രാജഗോപാൽ മറുഭാഷണം നടത്തി. KPA റഹീം മാസ്റ്ററുടെ മരുമകൻ A നാസർ, പ്രേമാനന്ദ് ചമ്പാട്, ഓട്ടാണി നാണു മാസ്റ്റർ, പവിത്രൻ തില്ലങ്കേരി, KV മനോഹരൻ, ദിനേശ് ചമ്പാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്മൃതിവേദി സെക്രട്ടറി KC കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KT ശ്രീധരൻ നന്ദിയും പറഞ്ഞു. ബോംബേറിൽ പരിക്കേറ്റ കേരളത്തിലെ ആദ്യത്തെ IPSകാരൻ താനാണെന്ന് ADGP ശ്രീജിത്ത് IPS. കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പ്രമുഖ മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീറാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ബോംബേറിൽ പരിക്കേറ്റ കേരളത്തിലെ ആദ്യ IPSകാരൻ താനാണെന്നും ശ്രീജിത്ത് പറഞ്ഞു. അന്ന് തന്നെ വാരിയെടുത്തവരിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ സദസ്സിലുണ്ട്. അനിൽ എന്നാണ് അയാളുടെ പേര്. പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്നപ്പോൾ തലശ്ശേരിക്കാരുടെ സ്നേഹം നന്നായി അനുഭവിച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്താ പറയുക, സാഹോദര്യത്തിൻ്റെയും ഒരു മേഖലയാണ് തലശ്ശേരി എന്നുള്ളതും, തലശ്ശേരി സംഘർഷത്തിൽ ഒരുപാട് നേതാക്കന്മാർ, ഷംസീർ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ അവിടെ എല്ലാ കാര്യത്തിലും ഇടപെടും. 10 ദിവസം പക്ഷേ ഞങ്ങൾ വെട്ടും കുത്തും ബോംബെറിഞ്ഞും പരസ്പരം ബഹുമാനിച്ച് കഴിയുന്നൊരു 10 ദിവസം ഉണ്ടാവും. ആ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബാക്കി
എന്താ പറയുക, ഒരു 180 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് 100 വൈകുന്നേരം വന്നിട്ട് സാറേ ഞങ്ങൾ അതിന് പോകാൻ പറഞ്ഞേ എന്ന് പറയാൻ മനസ്സ് കാണിക്കുന്ന കുറേ ആളുകൾ. അപ്പം ഞാൻ പറയും നാളെ നിന്നെ അറസ്റ്റ് കിട്ടും, നാളെ ഞാൻ സ്റ്റേഷനിൽ വന്നോളാം സാർ എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു അതവിടെ ജീവിച്ച് ഉള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ. അങ്ങനെയുള്ള തലശ്ശേരിയുടെ കൂട്ടായ്മയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് തലശ്ശേരിക്കാർക്ക് തന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ തന്നെ ക്ഷണിച്ചതെന്നും പോലീസുകാർക്ക് വേണ്ടി താൻ നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ADGP S ശ്രീജിത്താണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ശനിയാഴ്ച നടക്കും. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എങ്കിലും ഇപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ ഈ വരുന്ന 17-ാം തീയതി 17/1/2026 ബസ്സുകളുടെ വാർഷിക ജനറൽ ബോഡിയും അതുപോലെ കുടുംബസംഗമവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് ആ സംഗമത്തിൽ വെച്ചുകൊണ്ട് തന്നെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അവരുടെ ഒരു സ്വീകരണം നൽകുകയും നമ്മളുടെ കുടുംബസംഗമം ഇതും ഉദ്ഘാടനം ചെയ്യുന്നത് ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ KK തോമസ് അവர்களാണ്. തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ശനിയാഴ്ച ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ഫെഡറേഷന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തലശ്ശേരി നഗരസഭാ ചെയർമാൻ കരായി ചന്ദ്രശേഖരന് ഉദ്ഘാടന ചടങ്ങിൽ സ്വീകരണം നൽകും. പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ബസ് ഉടമകളുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്ന് വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെയും കുടുംബസംഗമത്തിന്റെയും വിവരങ്ങൾ അറിയിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. 34,000-ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ 8,000 ബസ്സുകൾ മാത്രമേ ഓടുന്നുള്ളൂ. ദൈനംദിന ചെലവുകൾ താങ്ങാനാവാത്തതിനാൽ നഷ്ടം സഹിച്ചാണ് ബസ് വ്യവസായം നടത്തിക്കൊണ്ടുപോകുന്നത്. വന്നിട്ട് നമ്മുടെ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ടുള്ള പുതിയ ഉത്തരവുകളും മറ്റും ഇറക്കിക്കൊണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം 34,000 ബസ്സുകൾ ഉണ്ടായിരുന്നപ്പോഴേ കേവലം 7,000-നും 8,000-നും ഇടയിലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മന്ത്രി എന്ന് പറയുന്നത് കേവലം ഒരു KSRTCയുടെ മന്ത്രിയായി മാറിയിരിക്കുകയാണ്. പൊതുഗതാഗതം സംരക്ഷിക്കേണ്ട ആവശ്യം സർക്കാരിനാണ്. പക്ഷെ പൊതുഗതാഗതം എന്ന് പറയുന്നത് കേവലം KSRTCയുടെ കാര്യമല്ലാതെ, കാരണം കോടിക്കണക്കിന് രൂപ ടാക്സ് ഇനത്തിലും മറ്റും ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് അടക്കുന്ന ഒരു വ്യവസായമാണ് പ്രൈവറ്റ് ബസ് വ്യവസായം. അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡിയും കുടുംബസംഗമവും നിങ്ങൾ പത്രപ്രതിനിധികൾ എല്ലാവരും സഹകരിക്കണം. നിങ്ങൾ വരണം. ഇത് വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹായം വേണം. എല്ലാ വിധത്തിൽ ബസ്സുകാരുടെ സ്ഥിതി ഞങ്ങൾ പലതവണ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതൊന്നും നമുക്ക് യാതൊരു ഇതും കിട്ടിയിട്ടില്ല. നിങ്ങളും കൂടി നമ്മളെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. അതിനനുസരിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കും. പൊതുമേഖലയെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള വകുപ്പ് മന്ത്രി KSRTCയുടെ മാത്രം മന്ത്രി എന്ന ഭാവത്തിലാണ് ഭരിക്കുന്നതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് K വേലായുധൻ, ജനറൽ സെക്രട്ടറി K ഗംഗാധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KK ജിനചന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ TP പ്രേമനാഥൻ, K ദയാനന്ദൻ, ജോയിന്റ് സെക്രട്ടറി NB വിജയൻ എന്നിവർ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു ലാഭകരമല്ലാത്ത ഒരു ഫീൽഡാണെന്നും പിന്നീടുള്ള ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ വീണ്ടും പിടിച്ചു നിൽക്കുന്നത് എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും ഒരു ജോലി എന്ന രീതിയിലാണ് ഈ വ്യവസായത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നഷ്ടം സഹിച്ചും പലരും ഈ ഫീൽഡിൽ ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മാറി വരുന്ന കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന് കാര്യമായ സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ ശബരിമല അയ്യപ്പ ഭക്തർക്കായി സംഘടിപ്പിച്ച ഇടത്താവളവും അന്നദാനവും സമാപിച്ചു. നവംബർ 23-നായിരുന്നു ഇടത്താവളവും അന്നദാനവും പ്രവർത്തനം ആരംഭിച്ചത്. നവംബർ 23-നായിരുന്നു ഇടത്താവളവും അന്നദാനവും പ്രവർത്തനം ആരംഭിച്ചത്. മകരവിളക്ക് ദിവസമായ ഉച്ചയ്ക്ക് നടന്ന സമാപന സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ഇവിടെ ഇതുപോലെ അന്നദാന ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട്. ഇവിടെ ജനാർദ്ദനേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ 52 ദിവസമായി ചുരുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും മിക്ക ദിവസങ്ങളിലും ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോയ ആളുകളാണ്. നമുക്കറിയാം, നമ്മുടെ അയ്യപ്പന്മാരെ അവരുടെ ത്യാഗപൂർണമായ ആ ഒരു 40 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൽ അവരുടെ ആ ഒരു എന്താ പറയുക, താൽക്കാലികമായ ഒരു ആശ്വാസം നമ്മുടെ കർണാടകത്തിൽ പല സ്ഥലത്തുനിന്നും ഈ വഴി കടന്നു വരുന്നത് കർണാടക ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ കടന്നു വരുമ്പോൾ അവർക്കൊരു ആശ്വാസ കേന്ദ്രമായി വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരു താവളം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത്രമാത്രം ആളുകൾ ഭയഭക്തി, ഈ ഒരു ഭക്തി, അത് എല്ലാം കൂടി ചേർന്ന് ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇത്തരം താവളങ്ങളിൽ വന്ന് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇവിടെ അന്നദാനം കഴിച്ച് വിശ്രമിച്ച് കടന്നു പോകുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇത്തരം ഒരു സൗകര്യം 1-2 മാസത്തിലധികം ഇങ്ങനെ ഒരു അന്നദാനം ഇവിടെ നൂറുകണക്കിന് ആളുകൾക്ക്, വരുന്ന ആളുകൾക്കൊക്കെ തന്നെ അന്നദാനം നൽകി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി കൊയ്യം ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MK ഹരിപ്രഭ, BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം വൈസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുൻ മേയർ TO മോഹനൻ, KG ബാബു, PC അശോകൻ, കൂക്കിരി രാജേഷ്, അഡ്വക്കേറ്റ് KK സുദീപ്, സുരേഷ് ബാബു, ആർട്ടിസ്റ്റ് ശശികല, മധുസൂദനൻ, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ ശ്രീജ മഠത്തിൽ, TP ജമാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സമഗ്ര ശിക്ഷ കേരളം ചൊക്ലി BRC ഉപജില്ലയിലെ കിടപ്പിലായ ഭിന്നശേഷി വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച ഡയപ്പർ ചാലഞ്ച് പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം നടന്നു.
ചൊക്ലി അറബിക് അധ്യാപക കൂട്ടായ്മയിൽ AEO കെ ബാബുരാജ് നിർവഹിച്ചു. ചൊക്ലി AEO കെ ബാബുരാജ് പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ചൊക്ലി BRCയുടെ ആഭിമുഖ്യത്തിൽ സബ് ജില്ലയിലെ 27ഓളം കിടപ്പ് രോഗികളായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച ഈ സംരംഭം, ഡയപ്പർ ചാലഞ്ച് എന്ന ഈ സംരംഭം തീർച്ചയായും ഒരു അഭിനന്ദനാർഹമായ ഒരു പ്രോഗ്രാം, ഒരു സംരംഭം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഇത്തരത്തിലൊരു സഹായം ചെയ്യുക എന്നത് തീർച്ചയായും സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. അതുപോലെ തീർച്ചയായും അത് ഇത്തരത്തിലുള്ള സേവനം, സംഭാവന അർഹിക്കുന്ന കുട്ടികൾക്ക് തന്നെ കുട്ടികൾക്കാണ് ഇതിൻ്റെ ഫലം. പോസ്റ്ററിലുള്ള സ്കാനർ, അക്കൗണ്ട് നമ്പർ ഇവ ഉപയോഗപ്പെടുത്തി കഴിയുന്ന സംഭാവനകൾ നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ചൊക്ലി ഉപജില്ലയിലെ അറബിക് അധ്യാപക സംഘടന തീരുമാനിച്ച 10,000 രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. BPC AP ലത അധ്യക്ഷത വഹിച്ചു. മുൻ BPC സുനിൽ ബാൽ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ P ശ്രീലത, മിസ്ന ഫെബിൻ, IME മുജീബുള്ള, ATC കൺവീനർ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. മൊകേരി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി 2ാം വാർഡ് ചേതന യോഗ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ ഇതിനുള്ള യോഗ പരിശീലനം ടീച്ചർ നേതൃത്വത്തിൽ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെ നന്നായി ബാധിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ മൊകേരി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു യോഗാ ഗ്രാമമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ വീടുകളിൽ ആൾക്കാർ ഇനിയും ഉണ്ടാവും. നമ്മുടെ ഈ പദ്ധതികൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. അങ്ങോട്ടും അടുത്ത വർഷം ഈ പദ്ധതി നമുക്ക് തുടങ്ങാൻ സാധിക്കണം. ആ നിലയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അടുത്ത വർഷം ഞങ്ങൾ ഈ പദ്ധതി വെക്കുന്നുണ്ട്. വളരെ കൃത്യമായി നമ്മുടെ വീടുകളിലെ മിക്കവാറും എല്ലാവർക്കും, നമ്മുടെ യുവാക്കൾ ഉൾപ്പെടെ, യുവതികൾ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും നമുക്കറിയാം, കേരളം ഒരുപക്ഷെ ആരോഗ്യരംഗത്തെ മികച്ച സംസ്ഥാനം തന്നെ, അതിൽ സംശയമില്ല. പക്ഷേ എന്താണ്, യോഗ ട്രെയിനർ കെ സപ്ന അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. സതീശന് കാണ്ടാമൃഗത്തേക്കാൾ ചർമ്മഫലമാണെന്നും ജയരാജൻ. തലശ്ശേരി ദേശീയപാത തോട്ടടിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് KSRTC സൂപ്പർഫാസ്റ്റും സ്വകാര്യ ബസ്സും. മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവതി അറസ്റ്റിലായത് 5-ാം പീടിക ഷിൽന നിവാസിൽ ഷിൽന. തലശ്ശേരി കോട്ടയ്ക്ക് സമീപമുള്ള ഇംഗ്ലീഷ് പള്ളിയോട് ചേർന്ന സെമിത്തേരി തകർച്ചാ ഭീഷണിയിൽ. നഗരസഭാ ചെയർമാൻ കരായ് ചന്ദ്രശേഖരൻ സ്ഥലം സന്ദർശിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.